ഇത് നമ്മൾ പൊരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സേഫ് ടച്ച് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു OnePlusൻ്റെ ഒരു എയർപോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ വയർ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തെ നമ്മളൊരു ഹെഡ്സെറ്റിൻ്റെ എയർപോഡിൻ്റെ ഒരു ഭാഗം നമ്മൾ അയച്ചെടുക്കേണ്ടി വരും. അതാണ് വലിയൊരു ടാസ്ക്കായി വരുന്നത്. നമ്മൾ സാധാ പോലത്തെ ഒരു എയർപോഡ് അല്ല, അത് കുറച്ച് ടൈറ്റും കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളൊരു എയർപോഡാണ്. അപ്പോൾ അതിന് തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു അടയാളം വെച്ചു. കാരണം നമ്മൾ അയച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇനി ഭാഗം മാറി വെക്കണ്ടെന്ന് കരുതിയിട്ട് ഒരു സ്ക്രാച്ച് ഇട്ടിട്ട് ഒരു അടയാളം വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് അതിൻ്റെ ആ ഗ്യാപ്പിലൂടെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് ടിന്നർ എടുത്ത് നമ്മൾ ടിന്നർ ഒരു സ്രിഞ്ചിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഒഴിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നിട്ടും പോന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സീലെടുത്തിട്ട് അതിൻ്റെ എയർപോഡിൻ്റെ മേലെ വെച്ചിട്ട് കട്ടിംഗ് പ്ലെയറിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ദമ്മിൽ അമർത്തരുത്, കാരണം പ്രസ്സായാൽ പൊട്ടും. അപ്പോൾ ഒന്ന് അമർത്തുമ്പോൾ ഒരു വിള്ളൽ വരും. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് നമ്മളെ ടിന്നർ പറഞ്ഞാണ്ട് എളുപ്പത്തിന് ഊരിയെടുക്കാം. അങ്ങനെ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഊരിയെടുത്തപ്പോൾ ഇതിൻ്റെ മേലൊരു ഹെഡ്സെറ്റും അതിൻ്റെ അടിയിലൊരു ക്യാപ്പിങ്ങും വരുന്നുണ്ട്, ഒരു അടപ്പ് വരുന്നുണ്ട്. അത് ഊരിയെടുക്കണം. അത് ഊരിയെടുത്തിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ വയർ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്മൾ സാധാ പോലത്തെ ഹെഡ്സെറ്റ് അല്ല ഇത് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള റിസ്ക്കും ഉണ്ട് ഇതിൽ. അപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണക്ടറൊക്കെ നമ്മൾ ഏത് ലൈനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടുന്ന് ഷോൾഡർ ചെയ്ത് ഊരി എടുക്കരുത്. കാരണം നമ്മളെ ഹെഡ്സെറ്റിന് ഏത് ലൈനിൽ കൂടെയാണ് കണക്ഷൻ വന്നതെന്ന് നോക്കി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പൊട്ടിയ ഭാഗം മാത്രം ഒന്ന് അവിടെ കട്ട് ചെയ്തിട്ട് ഊരി എടുക്കുക. എന്നിട്ട് ആ വയർ നമ്മൾ ഹെഡ്സെറ്റിനുള്ള വയർ കുറച്ച് ലൂസാക്കിയിട്ട് ഷോൾഡർ ചെയ്യുമ്പോൾ മാത്രം അതുപോലെ തന്നെ ഷോൾഡർ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ മാറിപ്പോയാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരും. കാരണം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ റിസ്ക്കാണ് ഊരിയെടുക്കൽ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ കണക്റ്റിംഗ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടോ, ഇനി നമുക്ക് കുറച്ച് പശ തേച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഡപ്പ വരുന്നുണ്ട്. ആ ഡപ്പ എടുത്ത് നമ്മൾ എങ്ങനെ ഊരിയത് അതുപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. പക്ഷേ OnePlus ആയതുകൊണ്ട് മാത്രമേ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളൂ. കാരണം എല്ലാവർക്കും അറിയണമെന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ശരിയാക്കാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും അനബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.